ദിവസേന പല വിധത്തിലുള്ള ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ കോടികളാണ് മലയാളികൾക്ക് നഷ്ടപ്പെടുന്നത്. അത്തരത്തിൽ പഴയങ്ങാടിയിലെ ഒരു യുവതിക്ക് സൈബർ തട്ടിപ്പിലൂടെ ലക്ഷങ്ങളാണ് നഷ്ടപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ ഒരു ബാങ്ക് ജീവനക്കാരന്റെ കൃത്യമായ ഇടപെടലിലൂടെയാണ് യുവതിക്ക് പണം നഷ്ടപ്പെടാതിരുന്നത്. വിഷ്ണു വിജയൻ ഇദ്ദേഹമാണ് ഈ അറ്റംപ്റ്റിൽ പങ്കുചേർന്നത്. അപ്പൊ എന്തായിരുന്നു ആ സംഭവം എന്ന് പറയും? ഒരു 2 days മുന്നേ ആയിട്ട് ഈ ലേഡി ഒരു 2 lakh 3 lakh അങ്ങനെ കൊണ്ടുവന്ന് ക്യാഷ് അടച്ച അക്കൗണ്ടിൽ വെച്ചിരുന്നു. ഞാൻ ചോദിച്ചു ഫിക്സഡ് ആക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഫിക്സഡ് ആക്കേണ്ട, RTS ആക്കാനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ വന്നിട്ട് RTS ആക്കാൻ വേണ്ടിയിട്ട് ഫോം തന്നു. ഫോം തന്നിട്ട് ഞാൻ അവർ തിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് അക്കൗണ്ട് നമ്പർ കണ്ടപ്പോൾ ഒരു ഡൗട്ട് തോന്നി. അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്നത് ഗുജറാത്തിലെ അക്കൗണ്ടാണ്, ഒരു ഇലക്ട്രോണിക് ഷോപ്പിന്റെ അക്കൗണ്ടാണ്. അപ്പോൾ അക്കൗണ്ട് നമ്പർ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു, ഇത് എന്തെങ്കിലും പർച്ചേസ് ചെയ്താണോ ചോദിച്ചു. പറഞ്ഞു പർച്ചേസ് ചെയ്ത് ആണ്. കാരണം ഈ ഡൗട്ട് തോന്നാൻ കാരണം ഒരു വലിയ എമൗണ്ട് ഉണ്ടായിരുന്നു, 5 lakh ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തതാണെങ്കിലും 5 lakh റൗണ്ട് എമൗണ്ട് വരാൻ സാധ്യതയില്ല, അത്രയും വലിയ എമൗണ്ട് വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡിജിറ്റൽ ഫിഗർ ഉണ്ടാവും, ഒരു 5,38,000 അങ്ങനെയൊക്കെ ഫിഗർ ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മുഖം കണ്ടപ്പോൾ തന്നെ ഒരു ഇത് തോന്നി. അവരെൻ്റെ അടുത്ത് തന്നെ മുഖത്തൊക്കെ ചിരിച്ചു. പറഞ്ഞു എന്താണ് പറഞ്ഞു എന്ന് പറഞ്ഞു ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടിയിട്ടാണ്. എന്തോ ഇൻവെസ്റ്റ്മെന്റ് ആണ്? അതൊരു ട്രേഡിങ്ങിന്റെ ആണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ഞാനിത് എൻ്റർ ചെയ്തിട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ വെരിഫൈ ചെയ്തതെന്ന് പറഞ്ഞു. വെരിഫൈ ചെയ്തില്ല. പിന്നെ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു. ഞങ്ങൾക്ക് ടൈം തന്നെ അപ്പോൾ ആയി, ബ്രേക്കിന്റെ ടൈം ആയി. അപ്പോൾ ഞാൻ ആ ബ്രേക്കിന്റെ ടൈമും അവിടെ ഇരുന്നിട്ടാണ് അവരത് ചോദിക്കുന്നത്. എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇത് 5 lakh നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഈ കമ്പനി 5 lakh ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ 10 lakh ആയിട്ട് നമുക്ക് നാളെ തന്നെ 2 lakh ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അത് ഗോൾഡിലോട്ട് ഇൻവെസ്റ്റ് ആവും. അതിന്റെ വർധനമനുസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടിക്കൊണ്ടിരിക്കും എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. നമുക്ക് ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, ഇത് വെറുതെ തട്ടിപ്പാണ്, ഇത് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് ചോദിച്ചു. പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്തപ്പോൾ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എനിക്ക് കുറേ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നു. അങ്ങനെയാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഒരുപാട് ഇതൊക്കെ കാണുന്നില്ലേ, ഫേസ്ബുക്കിലും ന്യൂസിലും എല്ലാം കാണുന്നില്ലേ, ഇതെല്ലാം ഫേക്ക് ആണ്, ഇതൊന്നും ഫ്രോഡാണ്, ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് ഇവിടുത്തെ അക്കൗണ്ട് അല്ല, ഗുജറാത്തിലെ അക്കൗണ്ടാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് പോയാൽ തന്നെ 5 lakh പോയാൽ നിങ്ങൾ എവിടെയാണ് ചോദിക്കുന്നത്? ഒരിടത്തും ചോദിക്കാൻ പറ്റത്തില്ല. അവർ നിങ്ങൾ ബ്ലോക്ക് ആക്കി പോയതാണ്. അപ്പം നിങ്ങൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾ പറഞ്ഞാലും ഞാനിത് ചെയ്യും, അയക്കും, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ മുമ്പ് വരുന്ന ഒരാൾ ഒരു വലിയ എമൗണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മളുടെ മുമ്പ് വെച്ച് നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമുക്കത് പറ്റില്ല. കാരണം നമ്മൾ അത്രയ്ക്കും കസ്റ്റമേഴ്സിന് അത്രയും ഒരു സർവീസ് കൊടുക്കുന്ന ഒരു മൈൻഡ് ഉള്ള ആൾക്കാരാണ്. ആരുടെങ്കിലും നിങ്ങൾ ടെക്നിക്കലി ആയിട്ട് അറിയാവുന്ന ആരുടെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ചോദിച്ചിട്ട് വിളിച്ച് പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ വന്നോ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ ഞാൻ ചോദിച്ചിട്ട് വരാം. എന്നിട്ടും അവർക്കത് ബോധ്യമായില്ല, ഞാൻ പറഞ്ഞിട്ട് പോലും. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് അർത്ഥത്തിലാണ് ചെയ്യാൻ പോയത് എന്ന് ചോദിച്ചു. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത്രയും പറഞ്ഞ് കൺവിൻസ് ആവുന്നില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ശരി എന്നാൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാനത് സ്ലിപ്പ് ഇവിടെ തന്നെ കൊടുത്തേച്ചില്ല. അവർ പോയി. ഞാൻ വൈകിട്ട് വിളിച്ചപ്പോൾ അവരിങ്ങോട്ട് ഒഫീഷ്യൽ നമ്പറിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്ത് പറ്റി, എന്താണ് ചോദിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ രജിസ്റ്റേർഡ് തന്നെയാണ്, ഒരു പ്രശ്നവും ഇല്ല, അയച്ചോ, തിരിച്ച് കിട്ടുമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാണ് പറഞ്ഞത്? ആ ബാങ്കിലൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവരടുത്ത് ചോദിക്കാന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു അവരടുത്ത് ചോദിച്ചിട്ട് വന്നോ, അവർ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം എന്ന് ഞാൻ പറഞ്ഞു വെച്ചു. ബാങ്കിലുള്ള ആൾക്കാർക്ക് എന്തായാലും ഒരു ഇതുണ്ടാവുമല്ലോ അതിനെപ്പറ്റി. അപ്പോൾ അങ്ങനെ അവർ പോയി. വൈകിട്ട് ഞാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് ജെന്യൂൻ ആണ്, രജിസ്റ്റേർഡ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ളതാണ്. നിർമ്മല സീതാരാമൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്ന വീഡിയോ എല്ലാം ഉണ്ട്. അവർ നിർമ്മല സീതാരാമൻ സംസാരിക്കുന്ന വീഡിയോ ഒക്കെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇപ്പോൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, AI ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു ആരാണ് ഇത് പറഞ്ഞത്, ഇത് ജെന്യൂൻ ആണെന്ന് ഇപ്പോൾ പറഞ്ഞതാരാണ്? ഞാൻ അവരടുത്ത് തന്നെ ചോദിച്ചു, അവർ തന്നെയാണ് പറഞ്ഞത്. എന്തിനാണ് അവരടുത്ത് ചോദിക്കുന്നത്? അവരടുത്ത് ചോദിച്ചാൽ നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതല്ലേ പറയുള്ളൂ. പിന്നെ എന്നിട്ട് അവർ വൈകിട്ട് വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ന് തന്ന അക്കൗണ്ടിലോട്ട് ക്യാഷ് അയക്കണ്ട, നാളെ 11 മണിയാകുമ്പോൾ വേറൊരു അക്കൗണ്ട് നമ്പർ വരെ അതിലോട്ട് അയച്ചാൽ മതി. കാരണം ഇന്ന് അയക്കുന്ന അക്കൗണ്ട് നമ്പർ ഈ കംപ്ലൈന്റ് രജിസ്റ്റർ ആകുമ്പോൾ അക്കൗണ്ട് ഫ്രീസ് ആവും. അപ്പോൾ ഇന്നത്തെ അക്കൗണ്ടിലോട്ട് അവർക്ക് അയച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. നാളെ വേറെ അക്കൗണ്ടിലോട്ട് അയച്ചാൽ ആ അക്കൗണ്ടിന് അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ട് കംപ്ലൈന്റ് രജിസ്റ്റർ ആകുമ്പോൾ ഫ്രീസ് ആവും. ഞങ്ങൾ ഇവിടെ തന്നെ ഒരുപാട് അക്കൗണ്ട്സ് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം നമ്മളിത് ഡെയിലി കാണുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഇതൊരു പുതിയൊരു കാര്യമായിരിക്കുമല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഒരു 50-50 ചാൻസ് ഇരിക്കുകയാണ്. കൺവിൻസ് ആവുന്നില്ല, ഫുള്ളി കൺവിൻസ് ആവുന്നില്ല. ഞാൻ പറയും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സൈബർ സെല്ലിലാണ്, ഞാൻ ട്രിവാൻഡ്രത്തുള്ള ആളാണ്. അപ്പോൾ ഞാൻ പറയും എൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലിലാണ് ട്രിവാൻഡ്രത്ത്, ഞാൻ അവനെ വിളിച്ചിട്ട് കാര്യം പറയാം,
എന്ന് പറഞ്ഞിട്ട്, ഇല്ലെങ്കിൽ 1930 എന്നുള്ള ടോൾ ഫ്രീ നമ്പർ ഉണ്ട് സൈബർ സെല്ലിന്റെ, അതിലോട്ട് വിളിച്ചിട്ട് ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ മതി. എടുക്കുന്നത് അവൻ തന്നെ ആയിരിക്കും. 1930 ട്രിവാൻഡ്രത്തെ സൈബർ സെല്ലിന്റെ നമ്പർ എന്ന് പറയുന്നത്, ടോൾ ഫ്രീ നമ്പറാണ്. അത് ബാങ്കിങ് ഫിനാൻഷ്യൽ ഫ്രോഡിന്റെ ടോൾ ഫ്രീ നമ്പറാണ്. അപ്പോൾ ആ വിങ്ങിൽ തന്നെയാണ് അവനുള്ളത്. അതിനുവേണ്ടി സ്പെഷ്യലായിട്ടൊരു വിങ് അവർ രൂപീകരിച്ചിട്ടുണ്ട് കേരള പോലീസിന്റെ. അതിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു അത് ഓക്കെ, കുഴപ്പമില്ല, ഞാൻ തന്നെ, അവർക്ക് ചിലപ്പോൾ വിളിച്ചില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വിളിക്കാം, ഞാൻ തന്നെ വിളിച്ചിട്ട് കാര്യം അവൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചു. ഞാൻ വിളിച്ചപ്പോൾ തന്നെ അവൻ തിരിച്ചെൻ്റെ അടുത്ത് പറഞ്ഞു, ഫ്രോഡാണ്, കിട്ടൂല, ഞാൻ ഇതേപോലെ ഈ കേസ് സെയിം കേസാണ് ഞാൻ ഡീൽ ചെയ്യുന്നത്, ഇന്ന് മാത്രം രജിസ്റ്റർ, അതായത് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്ത കേസ്, 6 കോടി രൂപയുടെ കേസാണ് ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്തത്. ഈ മാസം ജനുവരി മാത്രം രജിസ്റ്റർ ചെയ്തത് 84 കോടിയുടെ കേസാണ്. കാരണം ഇത് പോയാൽ പിന്നെ കിട്ടൂല, നമുക്ക് എന്തൊക്കെ ചെയ്താലും ഇത് കിട്ടില്ല എന്ന് വെച്ചാൽ ഈ പോകുന്ന അക്കൗണ്ടുള്ള സോഴ്സ് നമ്മൾ തേടി പോകുന്ന സമയം കൊണ്ട് അവർ ട്രാൻസ്ഫർ ആക്കി മാറ്റിയിട്ടുണ്ടാവും. അത് നമ്മളെ അക്കൗണ്ടിലുള്ള ബാലൻസ് ക്യാഷ് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കംപ്ലൈന്റ് പിന്നെ കോടതി പരിഗണിച്ച് അതിലൊരു കേസ് തീർപ്പാകുമ്പോഴേ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുള്ളൂ ചിലപ്പോൾ. എന്നിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഞാൻ തന്നെ അവരെ വിളിക്കാം, പ്രശാന്ത് എന്നാണ് അവൻ്റെ പേര്, ഞാൻ തന്നെ അവരെ വിളിക്കാം, നീ നമ്പർ അയച്ചോ എന്ന് പറഞ്ഞു. ഞാൻ നമ്പർ അയച്ചു കൊടുത്തു. അവൻ അവിടുത്തെ അവൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. ഒഫീഷ്യൽ നമ്പറിൽ നിന്ന് ഇവരെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ്, വെറുതെ ആണ്. പിന്നെ അവൻ തന്നെ, അവർ അങ്ങോട്ട് പറയുന്നതിന് മുമ്പേ മറ്റവർ എന്തൊക്കെയാണ് ഇവരുടെ അടുത്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്തതെന്ന് അവൻ തന്നെ അങ്ങോട്ട് അവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ഇന്ന കാര്യങ്ങളല്ലേ പറഞ്ഞത്, ഞാനിത് എന്നും കേൾക്കുന്ന കാര്യമാണ്, ഇന്നും കേട്ട കാര്യമാണ്, നിങ്ങൾ അയച്ചു കൊടുത്താൽ ഒരു കാര്യമില്ല, നിങ്ങൾ അയക്കുന്നെങ്കിൽ അയക്കാൻ പ്രശ്നമൊന്നുമില്ല, നാളെ ഒരു ദിവസത്തിൽ നിങ്ങൾ വന്ന് കംപ്ലൈൻറ്റ് തന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്നെ അവൻ എൻ്റെ അടുത്ത് വിളിച്ച് അവരെ ഒക്കെ കൺവിൻസ് ആയി. സൈബർ സെല്ലിൽ നിന്ന് വിളിക്കുമ്പോൾ ആരെയും ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും അവർ കൺവിൻസ് ആവുന്നില്ല, ഒരു 50 ചാൻസിലാണ് നിൽക്കുന്നത്. സൈബർ സെല്ലിൽ നിന്ന് വിളിച്ചപ്പോൾ കൺവിൻസ്ഡ് ആയി. അവൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് ഈ കസ്റ്റമറെ വിളിച്ചിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പിന്നെ എന്താണ്, ഇവർ വിളിക്കുന്നത് തന്നെ ഇന്ത്യൻ നമ്പറിൽ നിന്നൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇത് ആരാണ് കോൺടാക്ട് ചെയ്യുന്നത്, മലയാളികളാണോ? ഇല്ല, മലയാളികളല്ല, ഹിന്ദിക്കാരാണ്. അപ്പൊ ഹിന്ദിക്കാരോടൊക്കെ എന്ത് വിശ്വസിച്ചാണ് ഇത്രയും ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല. പിന്നെ പറഞ്ഞു ഇന്റർനാഷണൽ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത്, +244 എന്ന് തുടങ്ങുന്ന നമ്പറിലാണ്, നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാത്ത നമ്പറാണ്. അതുപോലെ വേറെ വാട്സപ്പ് ചാറ്റോ ഡീലോ ഒന്നുമില്ല, ഫുള്ള് മെയിൽ വഴിയുള്ള ചാറ്റിംഗ് ആണ്. അപ്പോൾ ഇവരിങ്ങനെ പറഞ്ഞു, ഓക്കെ, കൺവിൻസ്ഡ് ആയി പറഞ്ഞു. കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വേറൊരു ബാങ്കിൽ ഗോൾഡ് ഉണ്ടായിരുന്നു, ആ ഗോൾഡ് പ്രെഡ് ചെയ്തിട്ടും പിന്നെ കുറച്ച് കടം വാങ്ങിയൊക്കെ കൊണ്ടുവന്ന ക്യാഷാണ്, അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അത് പോകാത്തതിന്. ഹസ്ബൻഡ്, ഞാൻ ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പോയപ്പോൾ അവരിങ്ങനെ ഒരു ഡൗട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് സൈബർ സെല്ലുണ്ട്, അവർ വിളിച്ചപ്പോൾ ഫ്രോഡാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നേരത്തെ ക്യാഷ് അയച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതൊരു 19,000 ചില്ലറ ക്യാഷ്. അവർ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു, ഞാൻ നേരത്തെ ക്യാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് തിരിച്ച് കിട്ടി. അപ്പോൾ പറഞ്ഞു ക്യാഷ് നിങ്ങൾ ചെറിയ എമൗണ്ട് അടച്ചാൽ നിങ്ങൾക്ക് തിരിച്ച് കിട്ടും, കാരണം അത് നിങ്ങൾ വിശ്വാസ്യത കൈപ്പറ്റാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ 19,000 രൂപ അടച്ചോ 13,000 രൂപ തിരിച്ച് കിട്ടി. ആ 13,000 രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ നിന്ന് കിട്ടിയ ലാഭമല്ല, അത് വേറെ എവിടുന്നോ വന്നൊരു ഫ്രോഡ് എമൗണ്ട് ആണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വന്നത്. അത് വെച്ചിട്ട് വലിയ എമൗണ്ട് നിങ്ങൾ അയച്ചു കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഇൻകം നിങ്ങൾക്ക് കിട്ടുമെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ രാത്രിയിൽ ഇവരിങ്ങനെ ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ നിങ്ങളുടെ പഴയ ഒരു ഇതിൽ ഡെപ്പോസിറ്റിൽ ബാലൻസ് ഇത്ര USD, എല്ലാം USD ഡോളേഴ്സിന്റെ കൺവേർഷനിലാണ് അവർ പറയുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ആപ്പൊക്കെ ഉണ്ട്. ആ ആപ്പിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഇൻകം ഇങ്ങനെ വളരുന്നത് കാണിച്ചുകൊണ്ടേയിരിക്കും. ആ ആപ്പിൽ നിങ്ങൾക്ക് $25 ബാക്കിയുണ്ട്, ആ $25 കണക്കാക്കി കബളിക്കപ്പെടാൻ വേണ്ടിയിട്ട് $25 കണക്കാക്കിയിട്ട് 2,000 ചില്ലറ രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് 2,000 ചില്ലറ രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തു. അത് 2,000 ചില്ലറ ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് തോന്നുന്നു അതിന് 2 വഴികളുണ്ടാവും. ഒന്നുകിൽ 2,000 കിട്ടി എന്നവരെ ബോധ്യപ്പെടുത്തിയിട്ട് ഒന്നും കൂടെ കൺവിൻസ് ചെയ്യാനായിരിക്കും. ഒന്നുകൂടെ അത് കിട്ടും എന്ന് കൺവിൻസ് ചെയ്താൽ ഈ 5 ലക്ഷം ചിലപ്പോൾ കിട്ടിയാലോ എന്ന് കരുതിട്ട്. കാരണം ഈ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തുന്നവർക്ക് 2,000 രൂപ ഒന്നും അല്ലായിരിക്കും കിട്ടുന്നത് ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഫ്രോഡിൽ ഇവരെ കൂടെ പെടുത്താനായിരിക്കും. കാരണം നമ്മൾ ഈ ഫ്രോഡിന്റെ ഈ കേസിന്റെ ഹിസ്റ്ററി വെച്ചിട്ട് അക്കൗണ്ട്സ് ഇങ്ങനെ തപ്പി നോക്കി പോകുമ്പോൾ ലാസ്റ്റ് കണ്ണി വരെ നോക്കും. ലാസ്റ്റ് കണ്ണിൽ ഈ ഫ്രോഡ് എമൗണ്ട് ഇപ്പോൾ 5 ലക്ഷം രൂപ ഇവർ അയച്ചു കൊടുക്കുമ്പോൾ ഇവർ അയക്കുന്ന അക്കൗണ്ടിൽ നിന്ന് 5 ആയിട്ട് സ്പ്ലിറ്റ് ആയി പോകും. 1 ലാക്ക് വെച്ചിട്ട് 5 അക്കൗണ്ടിലോട്ട് പോകും. ആ ഒരു അക്കൗണ്ടിൽ നിന്ന് 1 ലാക്ക് 10,000 വെച്ചിട്ട് 10 അക്കൗണ്ടിലോട്ട് പോകും. അതാണ് ഈ മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. മ്യൂൾ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇപ്പം വാടകയ്ക്ക് അക്കൗണ്ട് എടുക്കും. ഓരോ ഈ ചെറിയ പയ്യന്മാർ പിള്ളേരെയൊക്കെ ഇവർ എടുത്തിട്ട് ട്രാപ്പിലാക്കിയിട്ട് വാടക നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് തുടങ്ങി തന്നാൽ 5,000 രൂപ വാടക തരാം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഒരു സിം കൊടുക്കും. അക്കൗണ്ട് തുടങ്ങിയിട്ട് ഈ അക്കൗണ്ട് അവർക്ക് കൊടുക്കും വാടകയ്ക്ക്. ഈ വാടക അക്കൗണ്ട് വെച്ചിട്ട് ഇവർ കളിക്കും. ഈ പിന്നെ ഫ്രോഡ് എമൗണ്ട് അല്ലെങ്കിൽ ഈ വാടക അക്കൗണ്ടിലോട്ടാണ് വരുന്നത്. ഇത് ചിലപ്പോൾ ഇയാൾക്ക് അറിഞ്ഞൂടായിരിക്കും, ഈ കൊടുക്കുന്ന പയ്യന്മാർക്ക് പിള്ളേർക്ക് അറിയൂടായിരിക്കും ഇത് വാടക ഇന്ന ഫ്രോഡിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് കേസ് വരുമ്പോൾ പോലീസ് തേടി വരുന്നത് ഈ അക്കൗണ്ടിന്റെ ഉടമസ്ഥന്റെ വീട്ടിലോട്ടായിരിക്കും.
ഈ അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടന്നു. അവരായിരിക്കില്ല, അവർക്ക് അറിഞ്ഞുപോലും ഇല്ലായിരിക്കും. അവർ ആ ഒരു 5000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് അവർ പെട്ടുപോകും. വലിയൊരു ശൃംഖല തന്നെ ഇത്തരം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിദിനം കോടിക്കണക്കിന് രൂപയാണ് ഇത്തരക്കാർ തന്ത്രം മെനഞ്ഞ് കൈക്കലാക്കുന്നത്. ഇത്തരക്കാരുടെ കൈകളിൽ പെടാതെ ജാഗരൂകരാവണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. നികേഷ് താവത്തിനോടൊപ്പം ഷാരി മരാജൻ, കണ്ണൂർ വിഷൻ.